And dads are the archer who holds the bow and arrow. ആമേൻ. പിതാക്കന്മാര് ഈ അമ്പും വില്ലും പിടിക്കുന്ന വില്ലാളികളാണ്. Dads are not the bow. ആമേൻ. പിതാക്കൾ ഈ ഒരു അമ്പല്ല. Dads are not the arrow. ഈ പിതാക്കൾ ഈ ഒരു വില്ലുമല്ല. Arrows are the kids. ആമേൻ. ഈ ഒരു വില്ല് എന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത്. Dads are the archer who carry the bow and the arrow. ആമേൻ. പക്ഷേ പിതാക്കളെ കാണിക്കുന്നത് ഈ അമ്പും വില്ലും ഒരുമിച്ച് പിടിക്കുന്ന ഒരു വില്ലാളിയായിട്ടാണ്. So that's why I said I am going to bring a derivation of father from the word of God. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പിതാവിനെ കുറിച്ച് വചനത്തിൽ നിന്ന് നിങ്ങളോട് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I'll be talking three important things today. മൂന്ന് പ്രധാനമേറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. Number one, ഒന്നാമതായി the archer must be strong. വില്ലാളി ശക്തനായിരിക്കണം. So fathers, you are the archer. ആമേൻ. പിതാക്കളാണ് ഈ ഒരു വില്ലാളി. You carry bow. ആമേൻ. നിങ്ങൾ ഈ അമ്പ് പിടിക്കുന്നുണ്ട്. You also carry arrow. ഈ വില്ലും നിങ്ങളുടെ കയ്യിലുണ്ട്. It's a different story that in our quiver we have only one or two arrows. ആമേൻ. നമ്മുടെ കയ്യിലാണെങ്കിൽ രണ്ടോ മൂന്നോ വില്ല് മാത്രമേ കാണത്തുള്ളൂ. But thanks be unto the Lord for those who have 5 and 6 too. ആമേൻ. 5ഉം 6ഉം ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So we all have limited arrows. ആമേൻ. നമുക്കെല്ലാം പരിമിതമായിട്ടുള്ള വില്ല് മാത്രമേ ഉള്ളൂ. Our days were different, but I will definitely encourage the young people to have lot of arrows. ആമേൻ. ഞങ്ങളുടെ സമയം വളരെ പരിമിതമായിരുന്നു. പക്ഷേ അടുത്ത തലമുറയിൽ ഒരുപാട് വില്ലുണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. Praise God. So that is a Christian blessing. അതൊരു ദൈവികമായ അനുഗ്രഹമാണ്. Right. So I am going to talk about that. അതിനെ പറ്റിയാണ് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. The archer must be strong. ഈ വില്ലാളി ശക്തനായിരിക്കണം. See, no matter how fine the arrow is, ഈ വില്ല് എത്ര നല്ല മനോഹരമായ വില്ലാണെങ്കിലും, no matter how strong the bow is, എത്ര ശക്തിയുള്ള അമ്പാണെങ്കിലും, it takes lot of skill and patience to send this arrow out. പക്ഷേ ഈ ഒരു വില്ല് നന്നായി എയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിയും പരിശ്രമവും ഇതിന്റെ പിന്നിൽ ആവശ്യമുണ്ട്. I want to tell you something. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. There may be so many reasons why the arrow may miss the target. ആമേൻ. പല കാരണങ്ങൾ കാണാം ഈ എയ്യുന്ന ഈ ഒരു വില്ല് അതിന്റെ സ്ഥാനത്ത് എത്താതിരിക്കുവാനുള്ളത്. No matter what, some arrows are bad. ആമേൻ. ചില എന്തു തന്നെ ആയിക്കോട്ടെ, ചില വില്ലുകൾ അത് മോശമായ വില്ലുകളായിരിക്കും. No matter what, some of the targets are moving. ആമേൻ. ചില സമയത്ത് ഈ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. So it's not the problem of the archer. ആമേൻ. ഇത് വില്ലാളിയുടെ പ്രശ്നമല്ല. Arrows may be wrong. ആമേൻ. ചിലപ്പോൾ ഈ വില്ലിന്റെ കുഴപ്പമായിരിക്കും. Maybe moving targets. ചിലപ്പോൾ ലക്ഷ്യങ്ങൾ There are മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. times that everything was good. ആമേൻ. ചില സമയത്ത് എല്ലാ സാഹചര്യവും നല്ലതായിരിക്കും. And you just stretched out and sent the arrow. ആമേൻ. നിങ്ങൾ ആ അമ്പ് വലിച്ച് എയ്തിരുന്നു. And then the wind comes. അപ്പോഴാണ് കാറ്റടിച്ചത്. Arrow doesn't go and stuck in the same place. ആമേൻ. ഈ എയ്ത സ്ഥലത്തേക്കല്ല ഈ വില്ല് എന്ന് പതിക്കുന്നത്. So all these things are there. ആമേൻ. ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. And just because of this, ഈ ഒരു കാരണത്താൽ the archer has to be very careful. ഈ വില്ലാളി വളരെ സൂക്ഷ്മതയുള്ളവനായിരിക്കണം. He has to take care of the arrows. ആമേൻ. ഈ വില്ല് സൂക്ഷിക്കണം. You have to think about the wind. ഈ അടിക്കുന്ന കാറ്റ് ശ്രദ്ധിക്കണം. You also have to think about the moving targets. ഈ അനങ്ങിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലക്ഷ്യം ശ്രദ്ധിക്കണം. And so he has to be very skilled. അതുകൊണ്ട് ഒരുപാട് സ്കില്ലുള്ള ഒരു വ്യക്തിയായിരിക്കണം. I will come to that point. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാം. But the second important point. രണ്ടാമത്തെ മഹത്വമേറിയ കാര്യം ഇതാണ്. Even when archer is strong, ഈ വില്ലാളി ശക്തനാണെങ്കിലും the arrow has to be straight. ഈ എയ്യുന്ന അമ്പ് നേരെ ഇരിക്കണം. Wait. Let me correct it. ആമേൻ. ഞാൻ അത് തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു. The arrow has to be straightened. ആമേൻ. ഈ എയ്യുന്ന ഈ ഓരോ വില്ലും അത് നേർക്ക് നേരെ വെച്ചിരിക്കണം. How many of you know that arrows are never born as straight? ആമേൻ. എത്ര പേർക്ക് അറിയാം ഈ വില്ലുകൾ ഒരിക്കലും ഈ നേരെയല്ല അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ. You have to make arrows straight. ആമേൻ. നാം അതിനെ നേർക്ക് നേരെ ആക്കുകയാണ്. That's the most important thing, that children are not born straight arrows. ആമേൻ. അതാണ് നാം അറിയേണ്ട ഒരു കാര്യം. ഒരിക്കലും കുഞ്ഞുങ്ങൾ അവർ നേരായിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വില്ലായിട്ടല്ല അവർ ജനിക്കുന്നത്. So an archer cannot shoot with
an abnormal arrow. ആമേൻ. ഒരു പ്രാകൃതമായ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു വില്ലുമായിട്ട് ഒരിക്കലും ഒരു വില്ലാളിക്ക് എയ്യുവാൻ An സാധിക്കത്തില്ല. archer cannot shoot with a crooked arrow. ആമേൻ. വളഞ്ഞിരിക്കുന്ന ഒരു വില്ലുമായിട്ട് ഒരിക്കലും ഒരു വില്ലാളിക്ക് എയ്യുവാൻ സാധിക്കത്തില്ല. We have to make sure, archer has to make sure that we build that arrow, shape the arrow and make it straight. ആമേൻ. ഒരു വില്ലാളി എപ്പോഴും ശ്രദ്ധിക്കണം തന്റെ കവണിയിലുള്ള എല്ലാ വില്ലുകളും അത് നേർക്കുനേരെ ഇരിക്കുകയാണോ എന്ന്. Ephesians chapter 6 and verse 4 says, എഫേസ്യരുടെ ലേഖനം 6 അധ്യായം 4 വാക്യം പ്രകാരം പറയുന്നു, and you fathers do not provoke your children to wrath, but bring them up in training and admonition in the Lord. You have to discipline them. ആമേൻ. അവരെ ഗുണദോഷിക്കണം. Fathers, പിതാക്കളെ, all father figures, എല്ലാ പിതാക്കന്മാരെ, Bible says വചനം ഇപ്രകാരം there is an പറയുന്നു, anointing upon you. നിങ്ങളുടെ മേൽ ഒരു അഭിഷേകമുണ്ട്. What is that anointing? എന്താണ് ആ അഭിഷേകം? You can train your child. ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാനുള്ള അധികാരവും അഭിഷേകമുണ്ട്. Yes, there is an anointing upon you. നിങ്ങളുടെ മീതെ ഒരു അനോയിന്റിംഗ് ഉണ്ട്. And Lord says, teach them, train them, discipline them. അതുകൊണ്ടാണ് ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആ അഭിഷേകം ഉപയോഗിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം, അവരെ ഗുണദോഷിക്കണം, അഭ്യസിപ്പിക്കണമെന്ന്. Always remember, this is your responsibility. എപ്പോഴും ഓർക്കുക, ഇത് നിങ്ങളുടെ ഒരു കർത്തവ്യമാണ്. All the busy fathers, എല്ലാ തിരക്കുള്ള പിതാക്കന്മാരും, I am also a busy father, ഞാനും ഒരു തിരക്കുള്ള പിതാവാണ്. but we need to take time to train and to discipline our kids. നാം സമയമെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുവാനും ഡിസിപ്ലിൻ ചെയ്യുവാനും അവരെ ഉപദേശിക്കുവാനും നാം സമയമെടുക്കണം. Let me tell you something. ആമേൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Fathers cannot give this contract to any other professional. ഈ ഒരു ദൗത്യം മറ്റൊരു പ്രൊഫഷണലോ പുറത്തൊരു ആൾക്കും കൊടുക്കുവാൻ സാധിക്കത്തില്ല. What I have seen in these many years of ministry, ഇത്ര വർഷത്തിന്റെ എന്റെ ശുശ്രൂഷയിൽ കാണുന്ന ഒരു കാര്യം, many fathers, they will put a petty contract. ആമേൻ. അനേക പിതാക്കന്മാര് ഇപ്രകാരം ഒരു ചെറിയ കോൺട്രാക്ട് ഉണ്ടാക്കും. I cannot talk to my son. എനിക്ക് എന്റെ കുഞ്ഞിനോട് സംസാരിക്കുവാൻ കഴിയത്തില്ല. Then the only thing is that, youth pastor, can you talk to my son? അപ്പോൾ അവർ യൂത്ത് പാസ്റ്ററിന്റെ അടുത്ത് എന്ന് പറയും, യൂത്ത് പാസ്റ്റർ നിങ്ങൾക്ക് എന്റെ മകനോട് സംസാരിക്കാമോ? And when youth pastor also cannot do that, യൂത്ത് പാസ്റ്ററിനും അത് കഴിയാതെ വരുമ്പോൾ, then senior pastor, can you do that? അപ്പോൾ സീനിയർ പാസ്റ്ററിന്റെ അടുത്തേക്ക് വരും, സീനിയർ പാസ്റ്റർ നിങ്ങൾക്ക് അത് ചെയ്യാമോ? Then otherwise going to a counselor or a psychiatrist. എന്നിട്ടൊരു കൗൺസിലർ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകും. It will not happen if fathers take their role seriously. ആമേൻ. പിതാക്കൾ അവരുടെ ദൗത്യം സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഒരിക്കലും ശരിയാകുകയില്ല. Your kids are designed in a way, they have a DNA in a way that they can be trained by you. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ ദൈവം സൃഷ്ടിച്ച ഒരു രീതി എന്ന് വെച്ചാൽ പിതാക്കൾ അവരെ ഉപദേശിക്കുന്ന രീതിയാണ്. Last time, 2-3 days back, 3-4 ദിവസത്തിന് മുമ്പേ we were in our family prayer meeting, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലായിരുന്നു. and then my son comes up and tells me something. എന്നിട്ട് എന്റെ മകൻ വന്ന് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. And this is what he said. എന്നിട്ട് ഇപ്രകാരമാണ് എന്നോട് ചോദിച്ചത്. A 10 policemen or a 10 people, strong people from outside, even when they come and hold me, I am not that scared. When daddy just looks unto me, and that scared is not as scared like I'm scared, but it is out of reverence and love. ആമേൻ. 10 പേര് എന്നെ പുറത്തുനിന്ന് വന്ന് എന്നെ മുറുക്കെ പിടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. പക്ഷെ എൻ്റെ പിതാവിൻ്റെ ഒരു നോട്ടം മതി എന്നെ ഭയപ്പെടുത്തുവാൻ. പക്ഷെ ആ ഒരു ഭയം അത് വളരെ ഭയത്തിൽ നിന്നല്ല, പക്ഷെ അതെൻ്റെ പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനത്തിൽ നിന്നുമുള്ള ഭയമാണ്. Actually I felt very much valid and authenticated when I heard that statement from my son. അത് കേട്ടപ്പോൾ എനിക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. Let me tell you, we all have our own weakness and strength. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ട് കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. But let me tell you, fathers, പക്ഷേ പിതാക്കളോട് ഞാൻ ഇപ്രകാരം we പറയട്ടെ, have to take responsibility. നാം നമ്മുടെ ദൗത്യം ഏറ്റെടുത്തേ തീരൂ. Not necessarily we have to be there every time and knocking them,
talking to them every time. സകല നിമിഷവും എല്ലാ നിമിഷവും അവരോട് എപ്പോഴും സംസാരിക്കണമെന്നല്ല. That part mothers can do. അത് മാതാവിന് ചെയ്യാനുള്ളതാണ്. But there are times of discipline and teaching which a dad should do. ആമേൻ. പക്ഷെ ചില സമയങ്ങളിൽ അവരെ ഗുണദോഷിക്കുവാനും അവരെ നേരായുള്ള പാതയെ നടത്തുന്ന ആ ഒരു കർത്തവ്യം അത് പിതാക്കൾക്കുള്ളതാണ്. Most of the kids won't say to dad, you are nagging me. Most of the kids say to mom that you are nagging me every time. ആമേൻ. അനേക കുഞ്ഞുങ്ങൾ അവരുടെ പിതാവ് അവരെ ശല്യപ്പെടുത്തുമെന്ന് പറയത്തില്ല, അവരുടെ മാതാവ് അവരെ ശല്യപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. But you know what? They still love you. പക്ഷേ അവർ ഇപ്പോഴും നമ്മളെ But സ്നേഹിക്കുന്നു. let me tell you, God has created them in a way പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം അവരെ ഒരു രീതിയിലാണ് അവരെ സൃഷ്ടിച്ചത്. that if fathers strive to be fathers and take responsibility of fatherhood, definitely your kids are going to listen to you. പിതാവ് അവരുടെ മേൽ ഉള്ള ആ ഒരു ദൗത്യം അവർ യഥാർത്ഥമായി നിർവഹിക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥമായ നല്ല ശിശുക്കൾ, നല്ല കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായിരിക്കും. A professional person can teach them to swim. ആമേൻ. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് അവരെ നീന്താൻ പഠിപ്പിക്കാം. A professional person can teach them maths. ആമേൻ. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് അവരെ കണക്ക് പഠിപ്പിക്കാം. A professional sports teacher can teach them sports. ആമേൻ. സ്പോർട്സ് അറിയാവുന്ന ഒരാൾക്ക് അവരെ സ്പോർട്സ് പഠിപ്പിക്കാം. But no one will teach life. ആമേൻ. പക്ഷേ ആരും അവരെ ജീവിതം പഠിപ്പിക്കുകയില്ല. Life will be taught by father and by mother. ആമേൻ. ജീവിതം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്. So every busy dad, I have an admonition to you. ആമേൻ. ഇന്ന് പകൽക്കാലം തിരക്കേറിയ പിതാക്കളോട് ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയട്ടെ. Within no time, the time will fly. ആമേൻ. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല, അത് വേഗത്തിൽ കടന്നു പോകുന്നതാണ്. Many times I felt in my own spirit that how good it would be if I get 10 years back to my life. ആമേൻ. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു 10 വർഷം പിന്നോട്ടൊന്ന് പോകുവാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ. I think now with what I know now, I could have played a better role as a father. ആമേൻ. ഇന്ന് എനിക്കറിയാവുന്ന ഈ അറിവനുസരിച്ച് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു ഇതിലും മെച്ചമായ ഒരു പിതാവ് So എനിക്കായി all the young തീരാമായിരുന്നു. dads, I want to tell you, എല്ലാ യൗവനക്കാരായ പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, and would be dads, I want to tell you, ഇനിയും വരുവാനുള്ള പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, take time. ആമേൻ. സമയമെടുക്കുക. Learn about this. ആമേൻ. ഇതിനെ പറ്റി നന്നായി There is പഠിക്കുക. something word of God says. ആമേൻ. വചനം നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. The arrow is in your hand. ആമേൻ. ഈ വില്ലുകൾ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചതാണ്. God has given you some sticks. ആമേൻ. ചില വടികൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. Shapeless sticks. ആമേൻ. അതിനൊരു രൂപവുമില്ലാത്ത ചില But you വടികൾ. have to shape that stick. പക്ഷേ ആ ഒരു ഷേപ്പ് ഇല്ലാത്ത രൂപമില്ലാത്ത വടികളെ Sharpen that stick. നമ്മളെങ്കിൽ രൂപം വരുത്തി മൂർച്ചയുണ്ടാക്കി shape it well. അതിന് നല്ല രൂപമുണ്ടാക്കി And make it enough weight that arrow can pierce all the vacuum and the storms and the wind and can hit the target. ആമേൻ. നാം അതിനെ വ്യക്തമായ രൂപം നിർണയം ചെയ്ത് സകല പ്രതികൂലത്തിനെയും പാഞ്ഞു ചെന്ന് അതിന്റെ എത്തേണ്ട സ്ഥലത്ത് എത്തുന്ന രീതിയിൽ അതിനെ നാം മാറ്റിയെടുക്കും. One day, ഒരു ദിവസം this arrow will be out of your control. ആമേൻ. ഒരു ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ഈ വില്ലുകളെല്ലാം പോകും. As long as this arrow is in your hand, ആമേൻ. ഇത് നമ്മുടെ കരങ്ങളിൽ ഉള്ളിടത്തോളം കാലം you are responsible. നാം ആണ് ഇതിനെല്ലാം A റെസ്പോൺസിബിൾ. day will come, ഒരു ദിവസം വരും, you will stretch, നാം ഇതിനെ വലിച്ച് you will stretch, നാം നന്നായി ഇതിനെ they വലിച്ചിട്ട് won't feel good about it, ആമേൻ അത് അവർക്ക് they ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. won't feel good about it, ആമേൻ അവർക്കത് you ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. sharpen, they won't feel good about it, ആമേൻ നാം അതിനെ മൂർച്ചയുണ്ടാക്കുന്നത് അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. you shape, they won't feel good നാം about it. അതിന് രൂപഭംഗി വരുത്തും, പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. But one day, പക്ഷേ ഒരു ദിവസം time will come, ഒരു സമയം വരും, you will leave that after stretching. നാം അതിനെ വലിച്ചിട്ട് വിടുന്ന ഒരു സമയം വരും. And once it goes out of your hand, നമ്മുടെ കയ്യിൽ നിന്ന് അത് വിട്ടതിന് ശേഷം then that arrow is not in your control. പിന്നെ നമ്മൾ ആ വില്ലിന്റെ കൺട്രോൾ നമ്മുടെ കരങ്ങളിലല്ല. After leaving, അത് വിട്ടതിന് ശേഷം you would wish I would have held it little more. ആമേൻ. നാം ഒന്ന് ആഗ്രഹിക്കും കുറച്ചു നേരം കൂടി ഞാൻ ഒന്ന് പിടിച്ചിരുന്നുവെങ്കിൽ. But that time you will be too late. പക്ഷേ അപ്പോഴേക്കും സമയം കടന്നു പോയിരിക്കും. Before the arrow goes out of your quiver and from your bow. ആമേൻ. നമ്മുടെ കവണിയിൽ നിന്നും നമ്മുടെ ആ ഒരു അമ്പിൽ നിന്നും നമ്മുടെ വില്ലുകൾ പോകുന്നതിന് മുമ്പേ shape it. അതിനെ നന്നായി രൂപം വരുത്തുക. With this comes the important thing. ആമേൻ. ഇതിൽ നിന്നാണ് അടുത്ത പ്രാധാന്യമുള്ള കാര്യം വരുന്നത്. How to shape? എപ്രകാരമാണ് നാം അതിന് രൂപം വരുത്തേണ്ടത്? How to shape? എപ്രകാരമാണ് ഇതിന് രൂപം വരുത്തേണ്ടത്? So all fathers, listen to me very carefully. എല്ലാ പിതാക്കളും എന്നെ ശ്രദ്ധയോടെ കേൾക്കണമേ. Mothers who are playing the role of father, you might have double profession now. ആമേൻ. ചില മാതാപിതാക്കൾ അവരുടെ പിതാവിന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ അവരും ഇത് ശ്രദ്ധയോടെ കേൾക്കണം.
how to shape and sharpen the arrows. എപ്രകാരമാണ് നാം ഒരു വില്ലിനെ അതിനെ രൂപം വരുത്തുന്നതും അതിനെ മൂർച്ചയേറിയതും. Number 1, ഒന്നാമതായി begin it early. ആമേൻ, അത് നേരത്തെ നാം തുടങ്ങണം. Proverbs 22:6 says, ആമേൻ, പ്രോവർബ്സ് 22:6 ഇപ്രകാരം പറയുന്നു, train a child in a way that he will not forget the ways even if he is old. ബാലൻ നടക്കേണ്ട വഴിയെ അവനെ അഭ്യസിപ്പിക്കുക, എന്നാലും വൃദ്ധനായാലും അത് മറക്കുകയില്ല. So when should I start my work? ഞാൻ എപ്പോഴാണ് ഇത് തുടങ്ങേണ്ടത്? Not when they are teenagers. ആമേൻ, അവരാണെങ്കിൽ കൗമാരം എത്തുമ്പോഴല്ല, Not when they are youths. അവരാണെങ്കിൽ യൗവനത്തിൽ എത്തുമ്പോഴല്ല. It's a done deal by then. ആമേൻ, ആ സമയമാകുമ്പോഴത്തേക്ക് അതെല്ലാം സമയമെല്ലാം You തീർന്നു should കഴിഞ്ഞു. start it early. നാം നേരത്തെ തുടങ്ങണം. Even from the beginning. ആമേൻ, നാം അവന്റെ തുടക്കത്തിൽ തന്നെ So നാം those തുടങ്ങണം. dads who have small babies, ആമേൻ, ശിശുക്കളുള്ള പിതാക്കളെ, I want to tell you, if I wish I would have listened this when I had my babies in my hand. ആമേൻ, എന്റെ കരങ്ങളിൽ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കരങ്ങളിലായിരുന്ന സമയത്ത് ഇത് കേട്ടിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. But if you are listening, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇത് and if you are കേൾക്കുന്നുവെങ്കിൽ, holding your baby, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ I കരങ്ങളിലായിരിക്കുന്നുവെങ്കിൽ, want to tell you this is the right minute. ആമേൻ, ഇതാകുന്നു അതിന്റെ നല്ല സമയം. Start it early. നേരത്തെ തുടങ്ങുക. And when you do it, even when the child is so small, ആമേൻ, ശിശുവായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് you might തുടങ്ങുമ്പോൾ, think that this child doesn't know anything. ആമേൻ, ഈ ഒരു ശിശുവിന് ഒന്നും തന്നെ അറിയത്തില്ല എന്ന് But I want to വിചാരിക്കും. tell you something. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ, You started sowing seeds. ആമേൻ, ഇപ്പോൾ നിങ്ങൾ വിത്ത് വിതയ്ക്കാൻ തുടങ്ങിയതാണ്. That seed will show its feature very soon. ആമേൻ, ആ വിതച്ച വിത്തിന്റെ ഗുണങ്ങൾ അതിവേഗത്തിൽ കാണിച്ചിരിക്കും. Second, how to shape. രണ്ടാമത്, എപ്രകാരം എനിക്ക് രൂപം വരുത്താം. Be very creative about it. ആമേൻ, ഇതിനെക്കുറിച്ച് ഒരുപാട് ക്രിയേറ്റീവ് ആയിരിക്കണം. You should be very creative about it. വളരെ ക്രിയേറ്റീവ് ആയിരിക്കണം. I will tell you an old-fashioned creativity. ആമേൻ, ഒരു പഴയ രീതിയിലുള്ള ഒരു How ക്രിയേറ്റിവിറ്റി. God asked fathers to be creative. ആമേൻ, ദൈവം എപ്രകാരമാണ് പിതാക്കൾ ക്രിയേറ്റീവ് ആയിരിക്കണം എന്ന് ചോദിച്ച ഒരു ഭാഗം. But you know what? That creativity is still going on. പക്ഷേ ആ ഒരു പഴയതാണെങ്കിലും ഇന്നും അത് പുതുമയോടെ ആ ക്രിയേറ്റിവിറ്റി ഉണ്ട്. And that creativity has not changed. ആമേൻ, ആ ഒരു ക്രിയേറ്റിവിറ്റി ഇപ്പോഴും മാറിയിട്ടില്ല. You want to know what is that, right? എന്താ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് അറിയണമോ? Deuteronomy chapter 6 and verse 6 and 7. ആവർത്തനം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. God's creative way of training your kids. ആമേൻ, ദൈവത്തിന്റെ ക്രിയേറ്റീവ് രീതിയിൽ എപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ള രീതിയാണ്. Let me read it for you in English. And these words which I command you today shall be in your heart. You shall teach them diligently to your children, and shall talk of them when you sit in your house, when you walk by the day, when you lie down, when you rise up. This is called modern nagging. You shall bind them as a sign in your hand. That is called wristband. And they shall be frontlets between your eyes. Oh, wow. You shall write them on the doorpost of your house and of your gates. And we don't write it now in the doorposts, but we can definitely write in our social medias. ആമേൻ. So these are the creativity God gave. ആമേൻ, ദൈവം നൽകി തന്ന ക്രിയേറ്റീവ് രീതിയിലാണ് ഈ നമ്മളിപ്പോൾ വായിച്ചത്. How to train? എപ്രകാരം നമുക്ക് ട്രെയിൻ ചെയ്യാം? Train when you sit down. ആമേൻ, നിങ്ങൾ ഇരിക്കുമ്പോൾ ഉപദേശിക്കുക. When they sit, train it. ആമേൻ, അവർ ഇരിക്കുമ്പോൾ അവരെ ഉപദേശിക്കുക. When they stand, you ask why you are standing like that. ആമേൻ, അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഇപ്രകാരം എഴുന്നേറ്റ് When they നിൽക്കുന്നത്? eat, oh, why do you eat and how do you eat and how should they eat? ആമേൻ, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തിനു കഴിക്കുന്നു, എന്താണ് കഴിക്കുന്നത്, എപ്രകാരമാണ് കഴിക്കേണ്ടത് നാം ചോദിക്കുന്നു. When they meet friends, അവർ സുഹൃത്തുക്കളെ കാണുമ്പോൾ, who is your friend? ആരാണ് നിന്റെ സുഹൃത്ത്? From where is that friend coming? ആമേൻ, ഈ സുഹൃത്ത് എവിടുന്നാണ് വരുന്നത്? What is the address? ആമേൻ, എന്താണ് അഡ്രസ്? How many miles will you be driving? ആമേൻ, എത്ര മൈൽ നിങ്ങൾ ഓടിക്കും? Definitely these are the things that you have to address. ആമേൻ, ഇതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. They may not like it. ആമേൻ, കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് I വരില്ല. always hear this. ആമേൻ, ഇത് എപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. And I know all the dads and moms will be hearing this. എല്ലാ മാതാപിതാക്കളും ഇത് ശ്രദ്ധയോടെ ഇത് കേൾക്കുന്ന Dad, you are the only one who needs all these details. ആമേൻ, പിതാവേ, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ആവശ്യങ്ങളെല്ലാം ഉള്ളത്. My no friends, they don't even tell that. ആമേൻ, എന്റെ സുഹൃത്തുക്കൾ ഇതൊന്നും അവരുടെ പിതാക്കന്മാരൊന്നും പറയുന്നില്ല. Maybe those people are also going to say the same thing to the dad. ആമേൻ, ചിലപ്പോൾ അവരും ഇത് തന്നെയായിരിക്കും അവരുടെ പിതാവിനോട് പറയുന്നത്. Yeah, the pastors they don't have to ask and they can go anywhere. പാസ്റ്റർ മക്കൾ അവർക്ക് ആരോട് ചോദിക്കോ പറയണ്ടോ, അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. Everybody
comprehend and compensate for each other. ആമേൻ. എല്ലാവരും അന്യോന്യം അവരെ കോംപ്രിഹെൻഡും കോമ്പൻസേറ്റും ചെയ്യുകയാണ്. Bible says, പക്ഷെ വചനം പറയുന്നു, talk to them. ആമേൻ, അവരോട് സംസാരിക്കുക. Kids, let me tell you something. കുഞ്ഞുങ്ങളോട് ഞാൻ ഇപ്രകാരം There പറയട്ടെ. are few good kids over here. ആമേൻ. ചില നല്ല കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. And kids who are watching me online. ഇന്ന് ലൈവിൽ കൂടെ ഇതിൽ കൂടെ കാണുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട്. You should be proud of your dad and mom when they continuously ask you and talk to you and teach you and correct you, because there are so many kids who never got that admonition and they all resulted into homeless or some drug addict or somebody who is behind the bars. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോഴും നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും നിങ്ങളെ ഗുണദോഷിക്കുമ്പോഴും നിങ്ങൾ അതിൽ ബഹുമാനമുള്ളവരായിരിക്കണം. കാരണം ഇത് ലഭിക്കാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. But have a conversation of godly love and friendship and gentleness and meekness on your dining table. നിങ്ങളുടെ മേശമേലുള്ള സംസാരം നിങ്ങളുടെ ശത്രുവിനെ കുറിച്ചോ മറ്റു വ്യക്തികളെ കുറിച്ചോ പാസ്റ്റർമാരെ കുറിച്ചോ ആയിരിക്കരുത്. പക്ഷെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും സൗമ്യതയെക്കുറിച്ചും സംസാരിക്കട്ടെ. I know you want to share that to somebody. ആമേൻ. ഇത് മറ്റുള്ളവരോട് പറയണമെന്ന് But don't share that to your kids. പക്ഷേ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടല്ല അത് You പറയണം. can share to your wife. അത് നിങ്ങളുടെ ഭാര്യയോട് പറയാം. But train your kids in godly things. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ പാതയിൽ അവരെ So അഭ്യസിപ്പിക്കുക. begin early, be creative. Number 3. ഒന്നാമതായി നിങ്ങൾ നേരത്തെ തുടങ്ങണം. രണ്ടാമതായി ക്രിയേറ്റീവ് രീതിയിൽ നിങ്ങൾ അഭ്യസിപ്പിക്കണം. മൂന്നാമതായി Number 3 is work to build the character. ആമേൻ. അവരുടെ സ്വഭാവത്തെ രൂപീകരണം വരുത്തുവാൻ വേണ്ടി അതിനുവേണ്ടി പ്രയത്നിക്കുക. Fathers, I want to tell you something. പിതാക്കളോട് ഇപ്രകാരം പറയട്ടെ. Don't teach them how to make money. ആമേൻ. അവരെ എപ്രകാരം സമ്പാദിക്കണം എന്ന് അവരെ പഠിപ്പിക്കണ്ട. Don't teach them how to be street smart. ആമേൻ. എപ്രകാരം തെരുവിൽ അവരാണെങ്കിൽ വളരെ സ്മാർട്ട് ആയിരിക്കണം എന്നല്ല പഠിപ്പിക്കേണ്ടത്. But teach them to build character. പക്ഷെ അവരുടെ സ്വഭാവം എപ്രകാരം നന്നായി ആകണം എന്നവരെ പഠിപ്പിക്കുക. More than career. ആമേൻ. അവരുടെ കരിയറിന് ഉപരിയായി Character is important. അവരുടെ സ്വഭാവമാണ് ഏറ്റവും പ്രാധാന്യം. When your kids come and talk about some bad stuff, ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്ന് ചില മോശമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ discourage them. ആമേൻ. അവരെ അത് If they നിരുത്സാഹിപ്പിക്കുക. come and talk something about that family and this family, discourage them. മറ്റു കുടുംബങ്ങളിലോ മറ്റു കുഞ്ഞുങ്ങളെയോ മറ്റു വ്യക്തികളെ കുറിച്ച് വന്ന് പറയുമ്പോൾ അവരെ നിരുത്സാഹിപ്പിക്കുക. Mold their character. അവരുടെ സ്വഭാവത്തെ രൂപാന്തരം വരുത്തുക. You know what? എന്താണെന്നറിയാമോ? Most of the people who are headache in church is because of one reason: they share all the politics, all the bad stuff along with their kids on the dining table, and what these kids will do, they will act accordingly what they have heard. മറ്റുള്ളവർക്ക് തലവേദനയായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ കാരണം അവരുടെ സംസാരം, മേശമേലുള്ള സംസാരം സഭയെക്കുറിച്ചും സഭയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റു വ്യക്തികളെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് സംസാരം. Whenever youths talk bad about church, remember that is coming from the family. യുവജനങ്ങൾ സഭയെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ ഓർക്കുക അത് അവരുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. Fathers, it's your responsibility to give a clear and very good image about church and about pastor and about your friends and about your families. സഭയെക്കുറിച്ചും സഭയിലെ ദൈവദാസന്മാരെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും മറ്റ് ദൈവമക്കളെക്കുറിച്ചും നല്ല ഒരു ചിത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ദൗത്യം പിതാക്കന്മാർക്കുള്ളതാണ്. Dads, it's your responsibility to teach them the etiquettes. ആമേൻ. ചെയ്യേണ്ട കാര്യങ്ങൾ എപ്രകാരം ചെയ്യണം എന്ന് പഠിപ്പിക്കേണ്ട ദൗത്യം പിതാക്കന്മാർക്കുള്ളതാണ്. When a guest comes in house, ഒരു അതിഥി ഭവനത്തിലേക്ക് വരുമ്പോൾ, Dad, it's your responsibility to ask your kids to come down, greet them and talk to them, and then they leave to their house, their rooms. പിതാവിന്റെ ദൗത്യമാണ് മക്കളെ വിളിച്ച് അവരെ സ്വീകരിക്കുവാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും എന്നിട്ട് അവരെ മടക്കി അയക്കുവാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് പിതാക്കന്മാരുടെ ദൗത്യമാണ്. A ready cane is always important. എപ്പോഴും ഒരു വടി വെച്ചിരിക്കുന്നത് നല്ലതാണ്. It's always good. ആമേൻ. എപ്പോഴും നല്ലതാണ്. Because that will give the right discipline. അതൊരു യഥാർത്ഥമായ ഒരു ഡിസിപ്ലിൻ നൽകി തരും. When you see your kids don't rise up when an elder come, ആമേൻ. ഒരു മുതിർന്ന ഒരു വ്യക്തി വരുമ്പോൾ പിള്ളാരെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല when എന്ന് you see കാണുമ്പോൾ, that your kids are not respecting elders, മറ്റ് മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല എന്ന് നിങ്ങൾ കാണുമ്പോൾ, you need to have a private talk. ആമേൻ. അവരുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു സംസാരം നിങ്ങൾക്ക് So ആവശ്യമാണ്. fathers, you are responsible for that. ആമേൻ. പിതാക്കന്മാരെ അതിൽ വളരെ ദൗത്യമുള്ളതാണ്. Teach them honesty. ആമേൻ. അവരെ എന്താണ് ഓണസ്റ്റ് ആയിട്ടുള്ള ജീവിതം അവരെ പഠിപ്പിക്കുക. You cannot teach them honesty if you are lying. ആമേൻ. നിങ്ങൾ കളവ് പറഞ്ഞു
പറഞ്ഞുകൊണ്ട് അവരെ സത്യം പഠിപ്പിക്കുവാൻ സാധിക്കത്തില്ല. They won't be obedient if you are disobedient. ആമേൻ. നാം സ്വയം എങ്കിൽ ഡിസൊബീഡിയന്റ് ആയതുകൊണ്ട് അവരെ ഒബീഡിയൻസ് പഠിപ്പിക്കുവാൻ We സാധിക്കത്തില്ല. all have to practice that to preach it. ആമേൻ. നാം എന്താണോ ചെയ്യുന്നത് അതായിരിക്കണം അവരോടും പറയുന്നത്. So develop the character. ആമേൻ. അവരുടെ സ്വഭാവം The രൂപാന്തരം വരുത്തുക. fourth thing. നാലാമത്തെ കാര്യം Very important thing. വളരെ പ്രാധാന്യമുള്ള All കാര്യമാണ്. dads should listen this. എല്ലാ പിതാക്കളും ഇത് കേൾക്കണം. And kids should also listen why we say that. ആമേൻ. കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പറയുന്നു എന്ന് കൂടി കേൾക്കണം. The fourth important thing. നാലാമത്തെ പ്രാധാന്യമുള്ള കാര്യം Set limits. ആമേൻ. ചില പരിമിതികൾ വെക്കുക. Dads, you have to set limits. ആമേൻ. ചില പിതാക്കൾ ചില പരിമിതികൾ വെക്കണം. Limits of how long they can be out. ആമേൻ. എത്ര സമയം അവർക്ക് പുറത്തു പോകാം. Limits of how long can they drive. എത്ര നേരം അവർ വാഹനം ഓടിക്കാം. Limits of how long they can use internet. അവർക്ക് എത്ര നേരം അവർക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. Limits of what all sites they can use. ഏതൊക്കെ സൈറ്റിൽ അവർക്ക് കയറാൻ പ്രവേശിക്കാം എന്നുള്ളതിന്റെ If you പരിമിതികൾ. feel that I'm joking, ആമേൻ. ഞാൻ ഇത് കളിതമാശ പറയുവാണെന്ന് നിങ്ങൾ Let's go to വിചാരിക്കുന്നുണ്ടെങ്കിൽ Bible. നമുക്ക് വചനത്തിലേക്ക് നോക്കാം. Let's take Bible, right? നമുക്ക് വചനത്തിൽ തന്നെ നമുക്ക് 1 നോക്കാം. Samuel chapter 3 verse 13. 1 ശമൂവേൽ പ്രവാചന പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 Samuel chapter 3 verse 13. I'm talking about a pastor now. ആമേൻ. ഒരു 1 ശമൂവേൽ 3-ന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. There was a great pastor. അവിടെ ഒരു നല്ലൊരു പാസ്റ്റർ The ഉണ്ടായിരുന്നു. pastor's name was Pastor Samuel. ആമേൻ. പാസ്റ്ററുടെ പേര് പാസ്റ്റർ സാമുവേൽ എന്നാണ്. He was the prophet. ആമേൻ. ഒരു പ്രവാചകനായിരുന്നു. He was a priest. ആമേൻ. ഒരു പുരോഹിതൻ He കൂടിയായിരുന്നു. got 2 kids. ആമേൻ. 2 കുഞ്ഞുങ്ങളുണ്ട്. These kids were very strong. ആമേൻ. നല്ല ശക്തരായ 2 കുഞ്ഞുങ്ങൾ. Oh yes. Praise the Lord. And these young men, I mean, they were very strong. ഈ യൗവനക്കാർ വളരെ ശക്തിയുള്ളവരായിരുന്നു. People bring meat to the house of the Lord. ആമേൻ. ജനമാണെങ്കിൽ യാഗവസ്തുക്കൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരും. And these 2 young boys, they will just go and grab meat and cook for themselves, make steaks and whatever they want, and they became so big. ഈ യൗവനക്കാരായ 2 ബാലന്മാർ അവർ ഈ കൊണ്ടുവരുന്നത് അതേപടി എടുത്തുകൊണ്ട് പോയി സ്വയമേ സ്റ്റേക്ക് ഉണ്ടാക്കി ബാർബിക്യൂ ഉണ്ടാക്കി അവരും കഴിക്കും. Whatever they want to do, they can do. അവർക്ക് എന്ത് തന്നെ വേണോ അത് തന്നെ അവർ ചെയ്യും. As these kids. ആമേൻ. ഈ കുഞ്ഞുങ്ങളെ Ask them. ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുക. Why you do what you do? എന്ത്